ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും അധികം പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെർബ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് അവസ്ഥയെ കാണിക്കാൻ വേണ്ടി, മറ്റൊന്ന് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി. അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷവാനാണ്, ഞാനൊരു അധ്യാപകനാണ്, അങ്ങനെയൊക്കെ പറയാൻ. സാന്നിധ്യം പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട്, അവൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമില് ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പ്രസന്റ് ഫോമില് ഈ വെർബിന്, ബി എന്ന വെർബിന് 3 രൂപങ്ങളുണ്ട്. ആം, ഈസ്, ആർ. ഇത് ഇതിന്റെ പ്രത്യേകതയാണ്. അതായത് ഇംഗ്ലീഷിലെ വേറെ ഒരു വെർബിനും ഇതുപോലെ 3 എണ്ണം ഇല്ല, 2 എണ്ണം ഉള്ളൂ. സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. ഇപ്പൊ കം, കംസ്, ഗോ, ഗോസ്, സിറ്റ്, സിറ്റ്സ്. അങ്ങനെ സിംഗുലറും പ്ലൂറലും മാത്രമേ മറ്റെല്ലാ വെർബ്സിനും ഉള്ളൂ. 2 രൂപങ്ങൾ, സിംഗുലർ, പ്ലൂറൽ. കം എന്ന് പറയുന്നത് പ്ലൂറലാണ്, കാര്യം മറന്നുവരെ. കംസ് ആണ് സിംഗുലർ, അതുപോലെ എല്ലാം. പക്ഷെ ഇവിടെ 3 എണ്ണം ഉണ്ട്. അതാണ് ഈ വെർബിന്റെ ഒരു പ്രത്യേകത. അപ്പോ ആം, ഈസ്, ആർ. ഈസ് എന്നുള്ളത് സിംഗുലർ ആണ്, ആർ എന്നുള്ളത് പ്ലൂറലാണ്. ഈ ആം എന്നുള്ളത് ഐക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഐ, അത് നമ്മൾ നേരത്തെയും കാണുകയുണ്ടായി. ഐ എന്നുള്ളത് ഞാൻ, ഒരാളെ ഉള്ളൂ എങ്കിലും ഇംഗ്ലീഷിൽ അത് 3 രീതിയിൽ ഉപയോഗിക്കുന്നത്. മിക്കപ്പോഴും അത് പ്ലൂറലായിട്ട് ഉപയോഗിക്കും. ഐ എന്നുള്ളത് ഞാൻ. ചിലപ്പോ പ്രത്യേക രീതിയിൽ, ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന പോലെ. വേറെ ചിലപ്പോൾ അത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ പ്ലൂറലായിട്ട് ഉപയോഗിക്കും ഐ, സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും, പ്രത്യേകമായ രീതിയിൽ ഉപയോഗിക്കും. അപ്പൊ പ്രസന്റ് ഫോമില് ഈ വെർബ് ബിയുടെ അർത്ഥം എന്താണ്? ആകുന്നു. നമ്മൾ അതാണ് കാണുന്നത്. സാന്നിധ്യത്തെ ഉള്ളത് നമുക്ക് പിന്നീട് കാണാം. അപ്പൊ ആമിന്റെ കൂടെ, ആം എന്ന് പറയുന്നത് ആകുന്നു. പക്ഷെ നമ്മൾ മലയാളത്തിൽ ആകുന്നു എന്നൊന്നും പറയില്ല, നമ്മൾ ആണെന്ന് പറയുള്ളൂ അല്ലെ. ഞാനൊരു അധ്യാപകനാണ്, അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ അധ്യാപകനാകുന്നു അങ്ങനെയും പറയാം. അത് സാഹിത്യ ഭാഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോ ഇത് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് അല്ലെ. ആകുന്നു, ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാകുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ പറയില്ല, ഞാൻ സന്തോഷവാനാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ മലയാളത്തിൽ പറയാം, എനിക്ക് സന്തോഷമാണ്. നമ്മൾ അങ്ങനെയും പറയില്ല. അതും ഇതേ അർത്ഥം തന്നെയാണ്. ഐ ആം ഹാപ്പി. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഹാപ്പി എന്നുള്ളത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് മലയാളത്തില് പല രീതിയിൽ നമുക്ക് തർജ്ജമ ചെയ്യാം. സന്തോഷമുള്ള, സന്തോഷവാനായ, സന്തോഷവതിയായ, അങ്ങനെയൊക്കെ അർത്ഥം നമുക്ക് ഹാപ്പിക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. ഓക്കെ, ഇംഗ്ലീഷിൽ ഒറ്റ വാക്കുകൾ ഹാപ്പി. പിന്നെ ഇതിന്റെ പോലെ വേറെ വാക്കുകളുണ്ട്. ഹാപ്പിനെസ്, സന്തോഷം. ഹാപ്പിലി, സന്തോഷത്തോടു കൂടെ. അങ്ങനെയുള്ള വാക്കുകളുണ്ട്. അപ്പൊ നമ്മൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് പോകരുത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യണം. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? എനിക്ക് സന്തോഷമാണ്. ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഐ ആം സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആണ്. ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതനാണ്. ടയേർഡിന്റെ അർത്ഥം എന്നാൽ ക്ഷീണിതനായ. അപ്പൊ ഐ ആം ടയേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷീണിതനാണ്. ഐ ആം ഹാപ്പി, ഐ ആം സ്മാർട്ട്, ഐ ആം ടയേർഡ്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള കുറെ വാക്കുകൾ കൊടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എഫിഷ്യന്റ്, കാര്യക്ഷമതയുള്ള. ഐ ആം എഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഞാൻ കാര്യക്ഷമതയുള്ളവനാണ്, കാര്യശേഷിയുള്ളവനാണ്. പങ്ക്ച്വൽ, നമ്മൾ നേരത്തെ എന്താണ്, സമയകൃത്യതയുള്ള. സാഡ്, ദുഃഖിതനായ. ഐ ആം സാഡ്, ഞാൻ ദുഃഖിതനാണ്. അല്ലെങ്കിൽ നമുക്ക് അത് ഇതുപോലെ പറയാൻ പറ്റും, എനിക്ക് ദുഃഖമാണ്. അങ്ങനെ നമുക്ക് പറയാം. എല്ലാ വാചകങ്ങളും അതുപോലെ പറയാൻ പറ്റില്ല. ചില വാക്കുകൾ നമുക്ക് അതുപോലെ, എനിക്ക് സന്തോഷമാണ്, എനിക്ക് ദുഃഖമാണ്, അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് കാര്യശേഷിയുള്ളവനാണ്, അങ്ങനെ പറയില്ല, ഇല്ലേ. അപ്പൊ എല്ലാ വാക്കുകളും പറയാൻ പറ്റില്ല. ചില വാക്കുകൾ നമുക്ക് ഇതുപോലെയും മലയാളത്തിൽ പറയാം. ടോൾ, ഉയരമുള്ള. ഫാറ്റ്, തടിച്ച. ലേറ്റ്, വൈകിയ. ജനറസ്, ഉദാരശീലനായ. അതൊക്കെ വെച്ച് ഇതുപോലെ ധാരാളം ലക്ഷക്കണക്കിന് വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അർത്ഥമുള്ള വാക്കുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ മറ്റൊന്നാണ് ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപകനാണ്. ഐ ആം എ സ്റ്റുഡന്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ ആം എ വൈഫ്, ഞാനൊരു ഭാര്യയാണ്. ഐ ആം എ ഹസ്ബൻഡ്, ഞാനൊരു ഭർത്താവാണ്. ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. ഐ ആം എൻ എഞ്ചിനീയർ, ഞാനൊരു എഞ്ചിനീയർ ആണ്. ഇങ്ങനെ ധാരാളം വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ അർത്ഥം ആകുന്നു, അല്ലെങ്കിൽ പക്ഷെ മലയാളത്തിൽ നമ്മൾ ആണെന്ന് പറയുള്ളൂ. മറ്റൊന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഉപയോഗിക്കുക. ഐ ആം ഹെർ ബ്രദർ,
ഞാൻ അവളുടെ ബ്രദറാണ്. ഐ ആം ഹെർ ബ്രദർ. ഐ ആം ഹെർ ബ്രദർ. ഞാൻ അവളുടെ ബ്രദറാണ്. ഐ ആം their ഫ്രണ്ട്. ഞാൻ അവരുടെ ഫ്രണ്ട് ആണ്. ഐ ആം their ഫ്രണ്ട്. ഞാൻ അവരുടെ ഫ്രണ്ട് ആണ്. അപ്പൊ ഇത് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഐയുടെ കൂടെയാണ് ആം എന്നുള്ള ബി എന്ന വെർബിന്റെ ഫോം ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം ആകുന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ആണെന്ന് പറയുള്ളൂ, അവസ്ഥയെ കാണിക്കാൻ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് താല്പര്യമുള്ള ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഒരാൾ മലയാളം പറയാം, എന്റെ ഇംഗ്ലീഷ് മറ്റേ ആൾ പറയണം. ആദ്യം മലയാളം, മറ്റേ ആൾ എന്റെ ഇംഗ്ലീഷ് പറയണം. ഞാൻ സന്തോഷവാനാണ്, മറ്റേ ആൾ ഐ ആം ഹാപ്പി. അങ്ങനെ 10 പ്രാവശ്യം ഓരോ വാചകവും റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക. അപ്പൊ നമ്മളിത് പഠിക്കും. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് പഠിക്കുക. കഴിയുന്നത്ര വെർബ്സ് പഠിക്കുക. ഈ ഫോംസ് പ്രധാനപ്പെട്ട അത് പഠിക്കണം, അർത്ഥവും പഠിക്കുക. ഞാൻ ഡിക്ഷണറിയൊക്കെ നോക്കി ഉച്ചാരണമൊക്കെ പഠിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ.
ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 8ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കേണ്ടത്. ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരുപോലെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. സെൽ, സോൾഡ്, സോൾഡ്. ടെൽ, ടോൾഡ്, ടോൾഡ്. ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. വിഷ്, വിഷ്ഡ്, വിഷ്ഡ്. വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്. വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്. Wander, wandered, wandered. Wash, washed, washed. Tease, teased, teased. Strengthen, strengthened, strengthened. Supply, supplied, supplied. Surprise, surprised, surprised. Welcome, welcomed, welcomed. Return, returned, returned. Succeed, succeeded, succeeded. Search, searched, searched. Slapped, slapped, slapped. Shocked, shocked, shocked. Suggest, suggested, suggested. Taste, tasted, tasted. Trouble, trouble, trouble. Terrify, terrified, terrified. Wink, winked, winked. Wipe, wiped, wiped. Trap, trapped, trapped. Warned, wandered, wandered. Warn, warned, warned. Vanish, vanished, vanished. Whisper, whispered, whispered. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വെർബുകളെല്ലാം. അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം. ചിലയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ.